നമസ്കാരം. തിരുവനന്തപുരത്ത് കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ അലക്സ് മാത്യു അളവിൽ കൂടുതൽ സ്വത്തുക്കൾ സമ്പാദിച്ചതായി വിജിലൻസ്. ഇതോടെ ഇയാളുടെ അനധികൃത സ്വത്ത് സമ്പാദനത്തിലും അന്വേഷണം നടക്കുന്നുണ്ട്. വിജിലൻസ് റെയ്ഡിൽ അലക്സ് മാത്യു സ്ഥിരം കൈക്കൂലിക്കാരനാണെന്നതിന്റെ വിവരങ്ങളും ലഭിച്ചിട്ടുണ്ട്. 30ഓളം ഭൂമി ഇടപാട് രേഖകളാണ് അലക്സ് മാത്യുവിന്റെ വീട്ടിൽ നിന്നും കണ്ടെത്തിയത്. കൂടാതെ 4 ലക്ഷം രൂപയും വിജിലൻസ് പിടിച്ചെടുത്തു. അലക്സ് മാത്യുവിന്റെ വീട്ടിലും പനമ്പള്ളി നഗറിലെ ഓഫീസിലുമാണ് വിജിലൻസ് പരിശോധന നടന്നത്. DGM അലക്സ് മാത്യുവിന്റെ വീട്ടിൽ നിന്നും 7 ലിറ്റർ വിദേശ മദ്യവും വിജിലൻസ് പിടിച്ചെടുത്തു. 29 ലക്ഷം രൂപയുടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് രേഖകളും കുറച്ചു പണവും വിജിലൻസ് വീട്ടിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. കൊല്ലത്ത് വൃന്ദാവനം ഇന്റർ സർവീസ് ഉടമ മനോജ് നൽകിയ പരാതിയിലാണ് വിജിലൻസ് അലക്സ് മാത്യുവിനെതിരെ നടപടി സ്വീകരിച്ചത്. അലക്സ് മാത്യുവിന്റെ കാറിൽ നിന്നും 1 ലക്ഷം രൂപ കൂടി കണ്ടെത്തിയിരുന്നു. മറ്റൊരാളിൽ നിന്നും അലക്സ് കൈക്കൂലി വാങ്ങിയതായും സംശയമുണ്ട്. വൃന്ദാവനം ഇന്ത്യൻ സർവീസ് ഏജൻസിയിലെ നിലവിലെ കസ്റ്റമേഴ്സിനെ മറ്റ് ഏജൻസികളിലേക്ക് മാറ്റുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ അലക്സ് മാത്യു മനോജിൽ നിന്നും പണം ആവശ്യപ്പെട്ടിരുന്നത്. പലതവണ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി കൈക്കൂലി വാങ്ങിയിട്ടുണ്ട്. 10 ലക്ഷം രൂപയാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടത്. അതിന്റെ അഡ്വാൻസ് 2 ലക്ഷം കൈപ്പറ്റുന്നതിനാണ് എറണാകുളത്ത് നിന്നും കവടിയാർ പണ്ഡിറ്റ് നഗറിലുള്ള മനോജിന്റെ വീട്ടിലെത്തിയത്. വാഹനം മാറ്റിയിട്ടതിനു ശേഷം വീട്ടിലെത്തി പണം കൈപ്പറ്റിയ അലക്സ് മാത്യുവിനെ വിജിലൻസ് കൈയോടെ പിടികൂടുകയായിരുന്നു. 2013 അലക്സ് മാത്യു പണം വാങ്ങിയിരുന്നതായി മനോജ് പറഞ്ഞു. 15,000 ഒക്കെയാണ് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നത്. അലക്സിന്റെ പശ്ചാത്തലം വിജിലൻസ് പരിശോധിക്കുന്നുണ്ട്. DGM അലക്സ് മാത്യു മുൻപും കൈക്കൂലി വാങ്ങിയെന്ന് പരാതിക്കാരനായ മനോജ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ബിസിനസ് തകർക്കാൻ ശേഷിയുള്ള ഉദ്യോഗസ്ഥനായതിനാൽ പല ഘട്ടങ്ങളിലും വഴങ്ങേണ്ടി വന്നു. കൈക്കൂലി വാങ്ങി പുതിയ ഏജൻസികൾക്ക് ഉപഭോക്താക്കളെ മാറ്റി നൽകിയിട്ടുണ്ടെന്നും ഇത്തരത്തിൽ ഇടുക്കിയിലെ ഏജൻസിയിൽ നിന്നും 5 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയെന്നുമാണ് അറിവെന്നും മനോജ് അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. IOCയിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ ഇക്കാര്യം അറിയിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവസരം ലഭിച്ചില്ലെന്നും മനോജ് വ്യക്തമാക്കി. ഏജൻസി മാറ്റത്തിലൂടെ 100 കണക്കിന് ഉപഭോക്താക്കളെയും ഉദ്യോഗസ്ഥൻ ദ്രോഹിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എറണാകുളത്ത് നിന്നും കാർ ഓടിച്ച് തിരുവനന്തപുരത്ത് ഗ്യാസ് ഏജൻസി ഉടമയായ മനോജിന്റെ വീട്ടിലെത്തി കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് IOC ഡെപ്യൂട്ടി ജനറൽ മാനേജർ അലക്സ് മാത്യു വിജിലൻസിന്റെ പിടിയിലായത്. കൈക്കൂലിയായി ആവശ്യപ്പെട്ട 10 ലക്ഷത്തിൽ 2 ലക്ഷം വാങ്ങുന്നതിനിടെയാണ് പിടിവീണത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഗ്യാസ് ഏജൻസിയിൽ നിന്നും ഉപഭോക്താക്കളെ മറ്റ് ഏജൻസിയിലേക്ക് മാറ്റാതിരിക്കുന്നതിനാണ് 10 ലക്ഷം രൂപ അലക്സ് മാത്യു ആവശ്യപ്പെട്ടത്. പണം നൽകില്ലെന്ന് അറിയിച്ചതോടെ അലക്സ് മാത്യു കുറച്ച് ഉപഭോക്താക്കളെ മാറ്റി. കൈക്കൂലി നൽകാൻ തുടർച്ചയായി സമ്മർദ്ദം ചെലുത്തി. ഇന്നലെ രാവിലെ വിളിച്ച് താൻ തിരുവനന്തപുരത്ത് വരുന്നുണ്ടെന്നും അപ്പോൾ പണം നൽകണമെന്നും ആവശ്യപ്പെട്ടു. തുടർന്നാണ് മനോജ് വിജിലൻസിനെ വിവരം അറിയിച്ചത്. അലക്സ് മാത്യു 2013 മുതൽ തന്നിൽ നിന്നും പണം വാങ്ങുന്നുണ്ട് എന്നും പരാതിക്കാരൻ മൊഴി നൽകി. അതേസമയം കൈക്കൂലി കേസിൽ അറസ്റ്റിലായ AIC DGM അലക്സ് മാത്യുവിനെ ഇന്ന് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് അലക്സ് മാത്യുവിനെ നിലവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. തൊട്ടതിനെല്ലാം കൈക്കൂലി വാങ്ങുന്ന ആളായിരുന്നു ഇയാളെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. പണത്തോട് ഇത്രയും ആക്രാന്തമുള്ള മനുഷ്യനെ കണ്ടിട്ടില്ലെന്നാണ് പരാതിക്കാരൻ പറഞ്ഞത്.